നമസ്കാരം, ഞാൻ ലിസി. ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഒരു ഫ്രോക്കാണ്. യോക്ക് ഭാഗത്ത് പിൻടെക്സും എംബ്രോയിഡറിയും റഫിൾഡ് ഹൈനെക്കുമുള്ള ലൈൻ പാറ്റേണിൽ ചെയ്തിരിക്കുന്ന ഫ്രോക്കാണിത്. ചിനോൻ സിൽക്ക് ഫാബ്രിക്കാണ് ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 2 മീറ്ററാണ് തുണിയുടെ നീളം. ഈ ഫ്രോക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ബാക്ക് പോർഷനാണ് എടുക്കുന്നത്. ഇതിനായിട്ട് തുണി സൈഡിലേക്കൊന്ന് മടക്കിയിടാം. 18 ഇഞ്ച് വീതിയിലാണ് മടക്കിയിടേണ്ടത്. ഇറക്കം 47 ഇഞ്ചാണ് വേണ്ടത്. തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ച് കൂട്ടിയിട്ട് 49 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്താം. 2 ഭാഗത്തും 49 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം. അടുത്തതായി നമുക്ക് വണ്ണം അടയാളപ്പെടുത്താം. വണ്ണം 11 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഈ ടോപ്പ് തയ്ക്കുന്നത് 33 ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉള്ളയാൾക്കാണ്. അപ്പോൾ 33 ഇഞ്ചിൻ്റെ കൂടെ 3 കൂട്ടുക, 36 കിട്ടും. 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടും. 9ൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 11 ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 11 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. കുറച്ച് താഴെ കൂടി 11 ഇഞ്ച് മാർക്ക് ചെയ്യണം. അടുത്തതായി ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. 7.5 അടയാളപ്പെടുത്താം. കുറച്ച് താഴെ കൂടി 7.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി കൈക്കുഴി അടയാളപ്പെടുത്താം. കൈക്കുഴി 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡർ എടുത്തിടത്തും വണ്ണം എടുത്തിടത്തും 7 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. ഇനി അടയാളപ്പെടുത്തിയിരിക്കുന്ന മാർക്കുകളെല്ലാം L ആകൃതിയിൽ കൂട്ടി യോജിപ്പിക്കാം. അടുത്തതായി L ആകൃതിയുടെ മൂലയിൽ നിന്ന് നടുവിലേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് അതിലൂടെ നമുക്ക് കൈക്കുഴി വരച്ചെടുക്കാം. ഇനി ഇടവണ്ണത്തിനായി മുകളിൽ നിന്ന് താഴേക്ക് 13 ഇഞ്ച് അടയാളപ്പെടുത്താം. പൊക്കമുള്ള ആൾക്കാണെങ്കിൽ ഒരു 14 ഇഞ്ച് വരെ എടുക്കാം. ഇനി അവിടെ 11 ഇഞ്ച് വണ്ണം ആദ്യം മാർക്ക് ചെയ്യണം. അതിനുശേഷം 2 ഇഞ്ച് കുറച്ച് 9 ഇഞ്ച് ഇടവണ്ണം അടയാളപ്പെടുത്താം. ഇനി കൈക്കുഴിയുടെ അറ്റത്ത് നിന്ന് 9 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ താഴേക്ക് ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. ശേഷം വരച്ച വരയിലൂടെ ഫ്രോക്കിൻ്റെ ബാക്ക് പീസ് നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ അടിഭാഗം വെട്ടിയെടുക്കണം. മുകൾ ഭാഗം നമ്മൾ പിൻടെക് ഒക്കെ ഇട്ടതിന് ശേഷം പിന്നീട് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുകൾ ഭാഗത്തിനായി ഒരു 17 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം അടിഭാഗം വെട്ടിയെടുക്കാൻ. ഇതിനായിട്ട് ഇപ്പോൾ നമ്മൾ വെട്ടിയെടുത്ത ബാക്ക് പീസ് 17 ഇഞ്ച് വെച്ച് മടക്കുക. എന്നിട്ട് അത് 2ആയി മടക്കിയിട്ട് തുണിയുടെ മുകളിൽ വയ്ക്കുക. ശേഷം അതേ ആകൃതിയിൽ ഫ്രണ്ട് പീസിൻ്റെ അടിഭാഗത്തിനായുള്ള തുണി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് മുറിച്ചെടുക്കാം. ആദ്യം ബാക്ക് പീസിനുള്ള ലൈനിങ് ആണ് മുറിച്ചെടുക്കേണ്ടത്. ലൈനിങ് നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ മടക്കിൽ തന്നെ ഇടുക. അതായത് ഒരു വശത്തേക്കൊന്ന് മടക്കിയ രീതിയിൽ ഇടുക. ശേഷം ബാക്കി പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് അതേ ആകൃതിയിൽ ലൈനിങ് മുറിച്ചെടുക്കാം. ലൈനിങ് ഇവിടെ മെയിൻ പീസിനേക്കാൾ കുറവാണ്. അത് സാരമില്ല. ഇനി ഫ്രണ്ട് പീസിൻ്റെ അടിഭാഗത്തിനായുള്ള ലൈനിങ് മുറിച്ചെടുക്കാം. ഇതിനായി ബാക്ക് പീസിൻ്റെ ലൈനിങ് 17 ഇഞ്ചിൽ വെച്ച് മടക്കിയിട്ട് 2ആയി മടക്കിയ ലൈനിങ് തുണിയുടെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് അതേ ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഇനി പിൻടെക്സ് ഇടാനായിട്ട് തുണി മുറിച്ചെടുക്കാം. മുകൾ ഭാഗത്തിന് 17 ഇഞ്ചാണ് എടുക്കുന്നത്. അത് 2 പീസായിട്ടാണ്. 10 ഇഞ്ചിൻ്റെ ഒരു പീസ്, പിന്നെ അതിന് മുകളിലേക്ക് 7 ഇഞ്ചിൻ്റെ ഒരു പീസും കൂടി വരും. താഴേക്ക് 10 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 11 ഇഞ്ചാണ് എടുക്കേണ്ടത്. സൈഡിലേക്ക് 20 ഇഞ്ച് തന്നെ എടുക്കാം. ഇനി അതിന് മുകളിലേക്ക് വരുന്ന പീസിൻ്റെ തുണി കൂടി മുറിച്ചെടുക്കാം. 7 ഇഞ്ച് ഇറക്കത്തിലും 12 ഇഞ്ച് വണ്ണത്തിലുമാണ് തുണി മുറിച്ചെടുക്കേണ്ടത്. 2 പീസ് വേണം. അടുത്തതായി നമുക്ക് പിൻടെക്സ് ഇടാം. ഇതിനായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തുണി എടുക്കുക. അതിൻ്റെ ഒരു വശത്ത് 2 ഇഞ്ച് അകറ്റി ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം അവിടെ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ ലൈൻസ് വരച്ചെടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള സ്കെയിലിൻ്റെ വീതിയിലാണ് ലൈൻസ് വരച്ചിരിക്കുന്നത്.
അത് 1.25 ഇഞ്ചുണ്ട്. ഇനി വരച്ച ഓരോ ലൈനിലൂടെയും തുണി മടക്കി എത്രയാണോ പിൻഡെക്സിന് വീതി വേണ്ടത് ആ വീതിയിൽ അടിച്ചെടുക്കാവുന്നതാണ്. മറ്റേ പീസയിൽ ഇതുപോലെ പിൻഡെക്സ് ഇടാം. ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ 12 ഇഞ്ചെങ്കിലും 2 പീസിനും വണ്ണമുണ്ടായിരിക്കണം. ഇതാ നമ്മൾ അങ്ങനെ 2 പീസയിലും പിൻഡെക്സ് ഇട്ട് എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ 2 പീസിൻ്റെ അടിയിൽ 12 ഇഞ്ച് വണ്ണത്തിലുള്ള 2 ലൈനിങ് കഷ്ണങ്ങൾ വയ്ക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 പീസുകളും തമ്മിൽ കൂട്ടിയടിക്കാവുന്നതാണ്. ഇതാ നമ്മൾ 2 പീസുകളും അവയുടെ ലൈനിങ്ങുകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി രണ്ടിൻ്റെയും തുമ്പ് 2 വശത്തേക്കായി മടക്കി അടിക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മെയിൻ തുണിയിലേക്ക് അടിപ്പ് വരരുത്, ലൈനിങ്ങിലേക്ക് വേണം മടക്കി അടിക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന പീസുകളുടെ അറ്റങ്ങൾ പടിയായിട്ട് മടക്കിയടിക്കണം. ഇതിനായി മുകളിലേക്ക് വരുന്ന പീസുകൾ എടുത്ത് വയ്ക്കുക. അവയുടെ അടിയിൽ ലൈനിങ് പീസുകളും വയ്ക്കണം. എന്നിട്ട് പടി വരുന്ന ഭാഗത്തേക്ക് 11 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്താം. അവിടെ വെച്ച് അറ്റം ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുക്കുക. മറ്റേ പീസയിൽ ഇതുപോലെ മടക്കി അടിക്കണം. ഇതാ നമ്മൾ പറഞ്ഞ പോലെ 2 പീസുകളും മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി പിൻഡെക്സിൻ്റെ പീസിലേക്ക് ഈ പീസ് കൂടി യോജിപ്പിക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കൂട്ടി യോജിപ്പിക്കുക. അടുത്തതായി നമുക്ക് കൈക്കുഴി വെട്ടാം. ഇതിനായി ആദ്യം 7.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. കുറച്ച് താഴെ കൂടി 7.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി കൈക്കുഴിക്കായി 7 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. അറ്റത്തും താഴേക്കും 7 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി ഇത് ഒരു എൽ ആകൃതിയിൽ വരച്ചെടുക്കാം. ശേഷം എൽ ആകൃതിയുടെ മൂലയിൽ നിന്നും നടുഭാഗത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലൂടെ കൈക്കുഴി വരച്ചെടുക്കാം. അടുത്തതായി നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. കഴുത്തിൻ്റെ അകലം 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇറക്കവും 3 ഇഞ്ച് എടുക്കാം. കഴുത്ത് കുറിയിരിക്കാൻ താല്പര്യമില്ലെങ്കിൽ കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി കുറച്ച് മാറ്റി 3 ഇഞ്ച് ഇറക്കവും അകലവും എടുത്തതിന് ശേഷം അതൊരു എൽ ആകൃതിയിൽ വരച്ചെടുക്കാം. ശേഷം മൂലയിൽ നിന്ന് 1 ഇഞ്ച് നടുഭാഗത്തേക്ക് അടയാളപ്പെടുത്തി കർവ് ആകൃതിയിൽ കഴുത്ത് വരച്ചെടുക്കാവുന്നതാണ്. യു ആകൃതിയിലല്ല, കർവായിട്ടാണ് കഴുത്ത് വരയ്ക്കേണ്ടത്. അതിന് ശേഷം വരച്ച വരയിലൂടെ കഴുത്ത് വെട്ടിയെടുക്കുകയും ചെയ്യാം. അടുത്തതായി ഇടവണ്ണം മാർക്ക് ചെയ്യണം. ഇതിനായി മുകളിൽ നിന്നും താഴേക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്നും 9 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് കൈക്കുഴിയുടെ അറ്റത്ത് നിന്നും 9 ഇഞ്ചിൻ്റെ പോയിന്റിലൂടെ ഷേപ്പ് വരച്ചെടുക്കാം. ശേഷം അതിലൂടെ വെട്ടിയെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ അടയാളപ്പെടുത്തി വരയ്ക്കുന്നതിന് പകരം ബാക്ക് പീസ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അതേ ആകൃതിയിൽ വെട്ടിയെടുത്താലും മതി. അതായിരിക്കും എളുപ്പം. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. ബാക്ക് പീസും അതിൻ്റെ ലൈനിങ്ങും 2ആയി മടക്കിയിടണം. ബാക്ക് കഴുത്തിൻ്റെ അകലം നമുക്ക് 3 ഇഞ്ച് തന്നെ എടുക്കാം. ഇറക്കം 3/4 ഇഞ്ചും മാർക്ക് ചെയ്യാം. എന്നിട്ട് ബാക്ക് കഴുത്ത് ആ മാർക്കിലൂടെ വരച്ചെടുക്കാം. അതിനുശേഷം വെട്ടിയെടുക്കുകയും ചെയ്യാം. അടുത്തായി ഷോൾഡറുകൾ കൂട്ടിപ്പിടിപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യം ബാക്കിലെ ലൈനിങ് വയ്ക്കുക. അതിന് മുകളിലേക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിലാകത്തക്ക വിധം വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നും കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ചെരിച്ച് അടിക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ അടിഭാഗം കൂട്ടിപ്പിടിപ്പിക്കാം. ഇതിനായിട്ട് ആദ്യം അടിഭാഗത്തിൻ്റെ ലൈനിങ് എടുത്ത് വയ്ക്കുക. അതിന് മുകളിലേക്ക് അപ്പർ പാർട്ടിൻ്റെ നല്ല വശം മുകളിൽ വരത്തക്ക വിധം വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് അടിഭാഗത്തിൻ്റെ മെയിൻ പീസ് വയ്ക്കണം. ഇതിൻ്റെ അകവശം മുകളിൽ വരത്തക്ക വിധം വേണം വയ്ക്കാൻ. എന്നിട്ട് അവ തമ്മിൽ കൂട്ടി അടിച്ചെടുക്കുക. അടുത്തതായി നമുക്ക് കഴുത്തിന് ഫ്രില്ല് വയ്ക്കണം. ഇതിനു വേണ്ടി ക്രോസ് ആയിട്ട് കഷ്ണം മുറിച്ചെടുക്കുക. ഒന്നുകിൽ ഈ കഷ്ണം നടുവേ മടക്കി ഞൊറിയിടാം. അതല്ലെങ്കിൽ ഈ കഷ്ണത്തിൻ്റെ ഒരരിക് ഓവർലോക്ക് ചെയ്തിട്ടും ഞൊറിയിടാവുന്നതാണ്. ഇങ്ങനെ ഞൊറിയിട്ടതിന് ശേഷം ഈ ഫ്രില്ല് ടോപ്പിൻ്റെ കഴുത്തിലേക്ക് അടിച്ചു പിടിപ്പിക്കാം. ടോപ്പിൻ്റെ നല്ല വശത്തു കൂടിയാണ് അടിച്ചു പിടിപ്പിക്കേണ്ടത്. ഇതാ നമ്മൾ ഫ്രില്ല് കഴുത്തിലേക്ക് കൂട്ടിപ്പിടിപ്പിച്ചു.
ഇനി തുമ്പ് ഒളിക്കാൻ വേണ്ടി പൈപ്പിംഗ് പിടിപ്പിക്കണം. അതിന് ക്രോസായിട്ട് തുണി മുറിച്ചെടുക്കാം. ഈ ക്രോസ് പീസ് നടുവേ മടക്കി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കഴുത്തിലേക്ക് അടിച്ചു പിടിപ്പിക്കാം. ഇതാ നമ്മൾ ക്രോസ് പീസ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തുമ്പ് ഉള്ളിലാക്കി മടക്കി ക്രോസ് പീസിൽ കൂടി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ കഴുത്തിന് ഫ്രില്ലും പൈപ്പിങ്ങും പിടിപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ ഈ ടോപ്പിൻ്റെ പ്രധാനപ്പെട്ട പണി കഴിഞ്ഞു. ഇനിയുള്ളത് സ്ലീവ്സ് പിടിപ്പിക്കാനും സൈഡ് വണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാനും അടിക്കാനുമാണ്. സ്ലീവ് പ്രത്യേകം ഡിസൈനൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് കാണിക്കുന്നില്ല. സൈഡ് അടിക്കാനും അടിക്കാനും നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയൊന്ന് തയ്ച്ചു നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു നല്ല ഡിസൈനുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.